നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്ത് RSSമായി CPM കൂട്ടുചേർന്നെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് CPM പോരാടിയത് സ്വന്തം നിലയ്ക്കാണ്. അക്കാലത്ത് RSSമായി CPM സഹകരിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS കോൺഗ്രസിനെ പിന്തുണച്ചു. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ വന്നപ്പോൾ MV ഗോവിന്ദൻ തന്നെ വിശദീകരിച്ചിരുന്നു. RSSമായി ഇന്നോ ഇന്നലെയോ യോജിച്ചില്ലെന്നും നാളെയും യോജിക്കില്ലെന്നും വ്യക്തമാക്കി. RSS മാത്രമല്ല, ഒരു വർഗീയ ശക്തിയുമായും യോജിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളിലാരും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. RSS ചിത്രങ്ങൾക്ക് മുന്നിൽ ചിലർ താണുവടങ്ങിയ നില കേരളം കണ്ടതാണ്. ഒരു വർഗീയതയും ഒപ്പം നിർത്താൻ CPM തയ്യാറായിട്ടില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാണ്? പഴയ KPCC പ്രസിഡന്റല്ലേ അത് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിന്ന് കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ കളിച്ച കളിയും കേരളം കണ്ടതാണ്. ഞങ്ങളുടെ 215 സഖാക്കളെ കൊലപ്പെടുത്തിയ സംഘടനയാണ് RSS. അവരോട് ഒരു തരത്തിലുമുള്ള സന്ധിയും CPM ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലയ്ക്കല്ലേ അന്ന് കോൺഗ്രസ് സമീപനമെടുത്തതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഏതെങ്കിലും വിവാദമുണ്ടാക്കി CPMനെ കൊടുക്കാമെന്ന് കരുതിയാൽ അതത്ര പെട്ടെന്ന് വേവില്ല. RSSമായി CPMന് ഒരു തരത്തിലും ബന്ധമില്ല. RSS ആശയങ്ങൾക്കെതിരെ പോരാടുന്നവരാണ് CPMകാർ. ആഭ്യന്തര ശത്രുക്കളായി RSS കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. CPM രൂപീകൃതമായ അന്നു മുതൽ ഇന്നോളം RSSമായി ഐക്യപ്പെട്ടിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ല. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പരസ്യമായി മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത്. ഔദ്യോഗിക പരിപാടികളിൽ സർക്കാർ അംഗീകരിച്ച പൊതുബിംബങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാണ് നിലപാടെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സർക്കാർ നിലപാടാണ് കൃഷിമന്ത്രി P. പ്രസാദ് ഗവർണറെ അറിയിച്ചത്. വ്യക്തിപരമായി പല താല്പര്യങ്ങളും പലർക്കും ഉണ്ടാകും. പക്ഷേ ഔദ്യോഗിക പരിപാടികളിൽ അത്തരം നടപടികൾ വേണ്ട. ഗവർണർക്കും ഇക്കാര്യം ബോധ്യമായി എന്ന് കരുതുന്നു. ഔദ്യോഗിക പരിപാടികളിൽ അത്തരം നടപടികൾ ഇനി ഉണ്ടാകില്ലെന്നാണ് രാജ്ഭവൻ വിശദീകരിച്ചത്. രാജ്ഭവൻ രാഷ്ട്രീയ പ്രചാരണ വേദിയല്ല. ഭരണഘടനയോടുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പാടില്ല. രാജ്ഭവനിൽ ഗവർണർ മറ്റെന്തെങ്കിലും പരിപാടി നടത്തുന്നത് സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല. രാജ്ഭവൻ എന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ കേന്ദ്രമാണ്. അവിടെ നടത്തുന്ന കാര്യങ്ങളും പ്രദർശിപ്പിക്കുന്ന വസ്തുക്കളും പൊതുവിൽ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം. ഭരണഘടന അനുസൃതമായിരിക്കണം അത്. രാജ്ഭവനെ RSS അജണ്ട നടപ്പാക്കുന്ന സ്ഥാപനമായോ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയായോ മാറ്റാൻ പാടില്ല. ഇത്തരം പ്രവണത ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ കഴിയൂ. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1925 രൂപീകൃതമായ RSS സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളോട് വിയോജിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന രൂപപ്പെട്ടപ്പോൾ തന്നെ RSS അതിനോട് വിയോജിച്ചു. ഭരണഘടനയെ മനുസ്മൃതിയുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത്. RSS മുഖപത്രം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ നിറം കാവി നിറത്തിലാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത്. രാജ്യത്തിന്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ ഔദ്യോഗികമാക്കാനാണ് ഇപ്പോൾ RSS ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെന്നാണ് RSS പറഞ്ഞത്. എന്നാൽ ബ്രിട്ടീഷ് സംവിധാനത്തിന് പാദസേവ ചെയ്യുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇറാനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണം. ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യ തയ്യാറാകണം. യുദ്ധഭൂമിയിൽ കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കാൻ നടപടി വേണം. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്കയിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 5ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജനുവരി 30 വരെ നടത്തും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പരിപാടികൾ നടപ്പിലാക്കും. സ്കൂളുകളിലെ പരാതികളും പരിശോധിക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ 16 വരെ 730 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി.